തോൽവിക്ക് പിന്നാലെ തിരുത്തലുകളും വിമർശനങ്ങളും പാർട്ടി കോട്ടകൾ നടക്കും ഉയരുന്നുണ്ട്. നേതൃസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്, നേതൃതലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. പാലക്കാട്ടെ CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൽ ഷുക്കൂറിന്റെ രാജിക്ക് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി. ഷുക്കൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM ഒരു വിഭാഗം പ്രവർത്തകർ കൂട്ടരാജിക്ക് ഒരുങ്ങുകയാണ്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യത്തെ തുടർന്നാണ് രാജിയെന്ന് അംഗങ്ങൾ പറയുന്നു. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി ചേർന്നു. ഷാരിഖ്, നേരത്തെ EN സുരേഷ് ബാബുവിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു PK ശശിയും പുറത്തേക്കിറങ്ങിയത്. സമാനമായി EN സുരേഷ് ബാബുവിനെ വിമർശനം ഉന്നയിച്ച് വീണ്ടും പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. കുറച്ചധികം പേർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെന്ന വാർത്തകൾ വരുന്നു. വിവരങ്ങൾ സുഹേൽ, അതായത് ഈ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ അതായത് ഈ രാജിവെച്ച പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൽ ഷുക്കൂർ പാലക്കാട് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതലാണ് ഈ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് മുതൽ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തന്നെ വേട്ടയാടിയെന്നും അധിക്ഷേപിച്ചെന്നും പാർട്ടിയിലെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അബ്ദുൽ ഷുക്കൂർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് അബ്ദുൽ ഷുക്കൂർ രാജിവെച്ചത്. ഇതിനെ തുടർന്നാണ് ഈ പാലക്കാട് വെണ്ണക്കരയിലെ പ്രദേശത്തെ 25ഓളം പ്രവർത്തകർ, അതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, ഇതിൽ വനിതാ പ്രവർത്തകരുണ്ട്. ഈ 25 പേർ രാജിവെക്കാനായി ഇന്ന് ഒരുങ്ങിയത്. രാജിക്കത്ത് CPM ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുള്ളത്. ഇവരും ഇതേ ആക്ഷേപങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് CPM ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ, അതായത് ഈ പ്രദേശത്തുള്ളവരെയും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നു, മാറ്റി നിർത്തുന്നു, ഇവരെ പരിഗണിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജിക്കത്തിൽ പറയുന്നു. മാത്രമല്ല ഷുക്കൂറിനൊപ്പം അവർ അനുഭാവം പുലർത്തിയാണ് അവർ രാജിക്കത്തിൽ ഈ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. ഷുക്കൂറിനെയും കുറച്ചു കാലങ്ങളായി ഈ ജില്ലാ സെക്രട്ടറി വേട്ടയാടുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജിക്കത്തിൽ പറയുന്നു. അത്തരത്തിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് തുടർന്നാണ് ഇത്തരത്തിൽ ഒരു 25ഓളം പ്രവർത്തകർ രാജിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ രാജിവെച്ചു കഴിഞ്ഞു. അതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള എന്നതാണ് വലിയ ഗൗരവമായ ഒരു വിഷയം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.